നിങ്ങൾ ചെയ്യുന്ന ഓൺ ദ സ്പോട്ടിൽ തന്നെ ആ പല്ല് വേദന, അതായത് 2-3 സെക്കൻഡ്, മാക്സിമം പോയ 3 സെക്കൻഡ്, അത് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും മാറി കിട്ടുന്നു. നിങ്ങൾ ചെയ്തു നോക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യുക. അതേപോലെ തന്നെ ഇന്നത്തെ കാലത്ത് ഒത്തിരി ആളുകൾക്ക് പലതരമുണ്ട്. നിങ്ങൾ അറിഞ്ഞ ഈ നല്ല അറിവ് മറ്റുള്ളവർ ഷെയർ ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, ജസ്റ്റ് റിച്ചു നാച്ചുറൽ ടിപ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നും ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഉടനടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു. സുഖമാണോ അതോ സുഖമല്ലയോ? സുഖമാണെന്ന് ചോദിച്ചാൽ സുഖമാണോ ഇല്ലെന്ന് പോലും പറയത്തുമില്ല. ഒരിക്കൽ പോലും എന്നോട് ഹായ് ബ്രോ, സുഖമാണോ ബ്രോ എന്ന് പോലും ആരും ചോദിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എത്ര അതിശക്തമായ പല്ലുവേദന ആയാലും 1 സെക്കൻഡ് കൊണ്ട് അത് പൂർണ്ണമായിട്ടും രണ്ടാമത് വരാത്ത രീതിയിൽ മാറിപ്പോകുവാൻ ഒരു അറിയാലോ അടിപൊളി വെരി സിമ്പിൾ സൂപ്പർ നാച്ചുറൽ ഒറ്റമൂലി. ഓക്കെ, ആദ്യമായി തന്നെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും 1000 താങ്ക്സ്. അതേപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻസ് ഒക്കെ ഇട്ടെന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിനും താങ്ക്സ്. ഇത് നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ പല്ലുവേദന അതിപ്പോൾ എത്ര കാലപ്പഴക്കമായിട്ട് നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന അതിശക്തമായ ക്രൂരമായ പല്ലുവേദന ആയാലും അത് നമുക്ക് പൂർണ്ണമായിട്ടും 1 സെക്കൻഡ് കൊണ്ട് തന്നെ മാറ്റിയെടുക്കുവാൻ ഒരു മരുന്ന്, ചെറിയൊരു പൊട്ടുമരുന്ന്, ഒരൊറ്റമൂലി. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന്, അത് തയ്യാറാക്കുവാൻ എന്തൊക്കെ സാധന ഔഷധങ്ങൾ വേണമെന്നും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ പല്ലുവേദന ഉള്ള വ്യക്തികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഡെയിലി രാവിലെയും രാത്രിയും പല്ല് തേച്ചിരിക്കണം. അതേപോലെ തന്നെ ആഹാരം കഴിച്ച ഉടൻ നല്ലതുപോലെ മൗത്ത് വാഷ് ചെയ്യുക. നിങ്ങൾ കണ്ടാവും, ഞാനും കണ്ടിട്ടുണ്ട്, ചില ഹോട്ടലൊക്കെ പോകുന്ന സമയത്ത് നല്ല ആഹാരം കഴിച്ച് മൂഞ്ചി ചച്ചൊക്കെ വയ്ക്കും. ഓക്കെ, അവരവിടെ പോയിട്ട് കുറച്ച് വെള്ളം കൊടുക്കും. അത് തന്നെയാണ് പല്ലിൻ്റെ ഇത്. ആഹാരം കഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളെ ഈ പല്ലിൻ്റെ ഗ്യാപ്പ് ഇരിക്കില്ലേ, നിങ്ങൾക്കറിയാം, ഞാൻ പറയാൻ അപ്പോൾ അവിടെയൊക്കെ ഈ ഭക്ഷണം അഴിക്കും. അത് കുറേ കഴിയുമ്പോൾ സംഭവിക്കും, അത് അവിടെ നിന്ന് അഴുകി അവിടെ അണുക്കളുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഓൾറെഡി പല്ലുവേദനയുള്ള വ്യക്തികൾക്ക് ഇത് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. രാവിലെയും രാത്രിയും നല്ലതുപോലെ പല്ല് തേക്കുക. അതേപോലെ തന്നെ ഭക്ഷണം കഴിച്ച ഉടൻ തന്നെ നല്ലതുപോലെ മൗത്ത് വാഷ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ ചായ കുടിച്ച് കഴിഞ്ഞാലും പ്രത്യേകം ശ്രദ്ധിക്കുക. ചായ കുടിക്കുന്നത് ചൂടാണെങ്കിൽ, ചായ കുടിക്കുന്നത് ചൂടിട്ടാൻ വേണ്ടിയാണല്ലേ. ഓക്കെ, അപ്പോൾ ചൂട് ചായ കുടിച്ച ഉടൻ തന്നെ പച്ചവെള്ളം കൊണ്ട് കഴുകെടുത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ചൂടൊന്ന് ആറിയ ശേഷം, ചൂട് ചായ കുടിച്ച് പല്ലൊക്കെ നല്ല ഹീറ്റായിട്ടിരിക്കും. അപ്പോൾ നേരെ പോയിട്ട് പച്ചവെള്ളം കഴുകി കഴിഞ്ഞാൽ പല്ലൊക്കെ പൊട്ടും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട്, കാരണം പല ആൾക്കാരുടെയും പല്ല് പല രീതിയിലാണ്. അവരോട് ഞാൻ പറഞ്ഞത്, ചൂട് ചായ കുടിച്ച ശേഷം അല്പം ഒന്ന് വെയിറ്റ് ചെയ്ത ശേഷം പല്ല് ചൂടൊക്കെ മാറിയ ശേഷം കഴുകുക. ഓക്കെ, അപ്പോൾ മധുരമുള്ളതായാലും എന്തായാലും ഏതൊരു ഭക്ഷണ പദാർത്ഥം, ജ്യൂസോ അപ്പോൾ എന്തായാലും ശരി തന്നെ അത് നിങ്ങൾ കുടിച്ച് കഴിഞ്ഞിട്ട് ഉടനെ മൗത്ത് വാഷ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. മനസ്സിലായല്ലേ? ഇത്രയും കാര്യം മനസ്സിലായിരുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി ആ ഒരു ഒറ്റമൂലി, അതായത് എത്ര അതിശക്തമായിട്ടുള്ള പല്ലുവേദനയും പിടിച്ചു കെട്ടിയ പോലെ നിൽക്കുവാൻ ഒരു ഒറ്റമൂലി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു ഔഷധക്കൂട്ട് ഉണ്ടാക്കിയെടുക്കുവാൻ നിങ്ങൾ ആദ്യമായി എടുക്കേണ്ടത് ഒരു 5 തുളസിയില. എത്ര തുളസിയില? 5 തുളസിയില. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ അടുത്തതായിട്ട് എടുക്കേണ്ടത് 2 ഗ്രാമ്പ്. എത്ര ഗ്രാമ്പ്? 2 ഗ്രാമ്പ്, ശുദ്ധമായ 2 ഗ്രാമ്പ്. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും, അതായത് 5 തുളസിയിലയും 2 ഗ്രാമും ചേർത്ത് ഇടിച്ചല്ലേ ചതച്ച് എടുത്ത ശേഷം നിങ്ങൾക്ക് എവിടെയാണോ പല്ലുവേദനയുള്ളത് അവിടെ വെക്കുക, കടിച്ചും കുടിക്കുക, കാടിച്ചതിന് പിടിക്കുക. ഇത് തന്നെ ഒറ്റമൂലി ചെയ്തു നോക്ക്. നിങ്ങൾ ചെയ്യുന്ന ഓൺ ദ സ്പോട്ടിൽ തന്നെ
ആ പല്ല് വേദന, അതായത് 2-3 സെക്കൻഡ്, മാക്സിമം പോയ 3 സെക്കൻഡ്, അത് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും മാറി കിട്ടുമെന്ന് നിങ്ങൾ ചെയ്തു നോക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യുക. അതേപോലെ തന്നെ ഇന്നത്തെ കാലത്ത് ഒത്തിരി ആൾക്കാർക്ക് പലതിനുണ്ട്. നിങ്ങൾ അറിഞ്ഞ ഈ നല്ല അറിവ് മറ്റുള്ളവർ ഷെയർ ചെയ്യുക. അപ്പോൾ മനസ്സിലായല്ലോ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോഴൊക്കെ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതുക. ഓക്കെ എന്നാ. ജസ്റ്റ് റിച്ചു നാച്ചുറൽ ടിപ്സിന്റെ പുതിയ എപ്പിസോഡ് വെച്ച് വീണ്ടും കാണും വരെ എല്ലാവർക്കും ബൈ.